പഠിക്കാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ രണ്ട് ടൈപ്പിലുണ്ട്. ഒരെണ്ണം ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, രണ്ടാമത് പറയുന്നത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇനി ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ പറയുന്ന വേറെ പേരുണ്ട്, സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. സോ പലപ്പോഴും നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെയാണ്. അപ്പോൾ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നായിരിക്കത്തില്ല പറയുന്നത്, ചിലപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് മാത്രമായിരിക്കും പറയുന്നത്. ബട്ട് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ പറയുന്നത് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ആദ്യം പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളതാണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു റെഫറൻസ് ആക്സിസ് വേണം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫറൻസ് ആക്സിസ് ആയിട്ട് ഒരു എ ബി എന്ന് പറയുന്ന റെഫറൻസ് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബോഡി. ഈ ബോഡിയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇനി അതിനകത്തൊരു എലമെൻ്റൽ ഏരിയ ഡി എ കൺസിഡർ ചെയ്യാണ്. ഈ ഡി എയുടെ സെൻട്രോയിഡ് മുതൽ എ ബി എന്ന് പറയുന്ന റെഫറൻസ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. സോ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത് ഇങ്ങനെയാണ്. സോ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഏരിയ എബൌട്ട് എ റെഫറൻസ് ആക്സിസ്. അതായത് ഈ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഈ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയാണ് ഈ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തരുന്നത്. സോ അതിന് നമുക്ക് വേറൊരു പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നുള്ളത്. അപ്പോൾ ഈ ഏരിയയുടെ മൊമെൻ്റ് എബൌട്ട് എ ബി, സെക്കൻഡ് മൊമെൻ്റ് എബൌട്ട് എ ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആർ ഡി എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ആയിരിക്കും. ആർ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആയിരിക്കും. അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക, അതായത് ടോട്ടൽ ഏരിയയുടെ ഇൻ്റഗ്രൽ എടുക്കുക. ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് ദി റെഫറൻസ് ആക്സിസ് എ ബി. ഇനി ഈ ഫിഗർ നോക്കാം. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ സെൻട്രോയിഡ് ആണ് ജി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെൻട്രോയിഡ് എന്ന നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജി എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ സെൻട്രോയിഡ് ആണ് ജി. ഈ ജിയിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് റെഫറൻസ് ആക്സിസസ് ഉണ്ട്, ഒരെണ്ണം എക്സ് എക്സും ഒരെണ്ണം വൈ വൈയും. അപ്പോൾ ഈ എക്സ് എക്സിനെയും വൈ വൈനെയും എനിക്ക് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയാം. എങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എക്സസ്, അതിനെയാണ് നമ്മൾ ഐ ജി സഫിക്സ് എക്സ് എക്സ് എന്ന് വിളിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെൻട്രോയിഡിനെ നമ്മൾ ജി എന്ന് ഡിനോട്ട് ചെയ്യും. എന്നാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓൺ എബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സസ്, ഏത് സെൻട്രോയിഡൽ ആക്സസ്, എക്സ് എക്സ്, അതിനെ നമ്മൾ ഐ ജി സഫിക്സ് എക്സ് എക്സ് എന്ന് വിളിക്കും. അതേപോലെ ഐ ജി സഫിക്സ് വൈ വൈ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് തന്നെയാണ്. പക്ഷേ ഏത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്, വൈ വൈ എന്ന് പറയുന്ന സെൻട്രോയിഡൽ ആക്സിസ്. അതാണ് ഐ ജി സഫിക്സ് വൈ വൈ, ഐ ജി സഫിക്സ് എക്സ് എക്സ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനുവേണ്ടി ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ, ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് എ ബി എന്ന് പറയുന്നത് ഐ ആണെന്ന് വയ്ക്കാം. ഈ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എത്രയാണ്, ഐ ആണെന്ന് വയ്ക്കാം. എങ്കിൽ ഇതേ ഏരിയയുടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഏരിയനെ കുറച്ച് കംപ്രസ് ചെയ്ത് ഒരു സ്ട്രിപ്പ് പോലെ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഇതിൻ്റെ ഏരിയ സെയിം ആണ്. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി കണ്ടുപിടിക്കുന്നു. അതും എനിക്ക് ഐ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പിനെ ഞാൻ ഏത് ഹൈറ്റിൽ പ്ലേസ് ചെയ്യണം, ഫ്രം എ ബി പ്ലേസ് ചെയ്യണം. ചെയ്താൽ എനിക്ക് അതേ ഐ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കെ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെയാണ് ഞാൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. സോ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ഇൻറ്റു കെ ഇൻറ്റു എ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ആവും. കെ സ്ക്വയർ ഇൻറ്റു എ എന്ന് ചെയ്യുമ്പോൾ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആവും. അപ്പോൾ ഐ ഈക്വൾ ടു എ കെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൾ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. അപ്പോൾ ഈ കെ ഈക്വൾ ടു റൂട്ട് ഓഫ് ഐ ബൈ എ, ഈ ക്വാണ്ടിറ്റീനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമുക്കൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് എക്സ് ആക്സിസ് എനിക്കറിയാം, ഐ എക്സ് എക്സ് ആണ്. ഇനി എബൌട്ട് വൈ വൈ ആക്സിസ് അറിയാം, അതെന്ന് പറയുന്നത് ഐ വൈ വൈ ആണ്. ഈ എക്സ് എക്സിനെയും വൈ വൈനെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ് ഉണ്ട്.
ആ രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ബോഡി എനിക്കറിയാം, ഐ എക്സ് എക്സും ഐ വൈ വൈയുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ആക്സിസ് ഉണ്ടെന്ന് വയ്ക്കുക. അതെന്ന് പറയുന്നത് സെഡ് സെഡ് ആക്സിസ് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അബൌട്ട് സെഡ് സെഡ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡി വിൽ ബി ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആർ ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ ഏരിയ അബൌട്ട് ടു mutually perpendicular axis xx and yy. Then moment of inertia of the area about zz axis which is perpendicular to xx and yy and passing through the point of intersection of xx and yy will be equal to the sum of moment of inertia about xx and yy. അടുത്ത് പഠിക്കാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറമാണ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം ശരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ആക്സിസിൽ നിന്ന് വേറൊരു പാരലൽ ആക്സിസിലേക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഏരിയ, ഗിവൺ ഏരിയ എ ആണ്. ഈ ഏരിയയുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ജി ആണ്. ഈ ജിയിൽ കൂടെ എനിക്ക് രണ്ട് ആക്സിസ് വരയ്ക്കാം, എക്സ് എക്സും വരയ്ക്കാം, വൈ വൈ വരയ്ക്കാം. അതിന് എനിക്ക് എന്തെന്ന് പറയാം, സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഈ എക്സ് എക്സ്. ഓക്കെ, ഇനി ഈ എക്സ് എക്സിന് പാരലൽ ആയിട്ട് വേറൊരു ആക്സിസ് ഉണ്ട് എ ബി. എനിക്ക് എബൌട്ട് എക്സ് എക്സ് ഐ ജി എബൌട്ട് എക്സ് എക്സ് എനിക്ക് അറിയാമെങ്കിൽ, അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എക്സ് എക്സ് അറിയാമെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ വെച്ചിട്ട് എനിക്ക് ഈ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ബി എന്ന് പറയുന്ന ആക്സിസ് കണ്ടെത്താം. അതിൻ്റെ ഫോർമുലയാണ് ഐ എ ബി, അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഏരിയ എബൌട്ട് ആക്സിസ് എ ബി വിൽ ബി ഈക്വൽ ടു ഐ ജി എക്സ് എക്സ്, അതായത് എ ബിക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ഐ ജി എക്സ് എക്സ് പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ, അതായത് ഏരിയ ഓഫ് ദി ബോഡി ഇൻറ്റു ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, എച്ച് ആണ്. സോ ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡി എലോങ് അനദർ പാരലൽ ആക്സിസ് എ ബി കിട്ടും. ഓക്കെ, സോ ഈ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് പല പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഈ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു ഫാക്റ്റ്. സോ അടുത്ത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സം ബേസിക് ഫിഗേഴ്സ് പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യം ഉള്ളത് ഒരു റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡിയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബിയും ആണ്. ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത് ജി ആണ്. ഈ ജിയിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് എക്സ് ആക്സിസും ഉണ്ട്, വൈ വൈ ആക്സിസും ഉണ്ട്. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ബോഡി എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എക്സ് എക്സ്, അതിനെയാണ് ഐ ജി എക്സ് എക്സ് എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12 ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി നോക്കുക. എക്സ് എക്സ് എന്ന് പറയുന്ന ആക്സിസ് ഉണ്ട്. ഈ എക്സ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്, ബി ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഡി ആണ്. സോ പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 ഇങ്ങനെ ഓർത്താലും മതി. പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12. ഇനി അങ്ങനെയാണെങ്കിൽ ഐ ജി എബൌട്ട് വൈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ വൈ എന്ന് പറയുന്ന ആക്സിസ് ഇതാണ്. ഈ വൈ വൈക്ക് പാരലൽ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഡി ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ബി ആണ്. സോ നമ്മുടെ ട്രിക്ക് പ്രകാരം പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 എന്ന് പറയുമ്പോൾ ഡി ഇൻറ്റു ബി ക്യൂബ് ബൈ 12 എന്ന് വരും. ഇനി ഇതിൽ തന്നെ ഒരു ഫർദർ സ്റ്റെപ്പ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഐ ജി എക്സ് എക്സ് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് എക്സിന് പാരലലായിട്ടുള്ള ഒരു ആക്സിസ് ആണ് എ ബി. എനിക്ക് ഐ എ ബി കണ്ടുപിടിക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കും, ഓർത്തോളുക. ഈ എക്സ് എക്സും എ ബി എന്ന് പറയുന്നത് പാരലലാണ്.
ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വെച്ചിട്ട് ഞാൻ വേറൊരു പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് തിയറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലോ ഉപയോഗിക്കുന്നത്? പാരലൽ ആക്സിസ് തിയറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എന്താണ്? ഐ എ ബി വിൽ ബി ഈക്വൽ ടു ഐ ജി എക്സ് എക്സ് പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. ഈ എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഡി ബൈ ടൂവിലായിരിക്കും കറക്റ്റ് ജി വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ബൈ ടു ആയിരിക്കും. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. റെക്റ്റാങ്കിൾ ഏരിയ ബി ഇൻറ്റു ഡി ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ എ ബി എത്ര കിട്ടുമെന്ന് നോക്കാം. ഐ എ ബി ഈക്വൽ ടു ഐ ജി എക്സ് എക്സ്, അതായത് ബി ഡി ക്യൂബ് പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 പ്ലസ് എ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ബൈ ടു ദി ഹോൾ സ്ക്വയർ. സോ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പോൾ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് ബി ഡി ക്യൂബ് ബൈ 4 എന്ന് വരും. ഈ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് ബി ഡി ക്യൂബ് ബൈ 4 എന്ന് പറയുന്നത് 4 ബി ഡി ക്യൂബ് ബൈ 12 അല്ലെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 3 എന്ന് വരും. ഓക്കെ, ഇനി നോക്കുക, ഞാൻ നേരത്തെ എ ബി എടുത്തിരുന്നത് എക്സ് എക്സിന് പാരലാണ്. ഇപ്പം ഞാൻ എ ബി എടുത്തിരിക്കുന്നത് വൈ വൈക്ക് പാരലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? എ ബിക്ക് പാരലായിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് വൈ വൈ ആണ്. ആ വൈ വൈയും എ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൻ്റെ എച്ച് എന്ന് പറയുന്നത്. ആ എച്ച് എന്ന് പറയുന്നത് എത്ര വരും? ബി ബൈ 2 വരും. ഇനി ഐ വൈ വൈ എന്ന് പറയുന്നത് ഡി ബി ക്യൂബ് ബൈ 12 പ്ലസ്, അതായത് ഐ ജി വൈ വൈ പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ഇൻറ്റു ബി ബൈ 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ബി ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡി ബി ക്യൂബ് ബൈ 12 പ്ലസ് ഡി ബി ക്യൂബ് ബൈ 4 എന്ന് വരും, ശരിയല്ലേ? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡി ബി ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഐ എ ബി വിൽ ബി ഈക്വൽ ടു ഡി ബി ക്യൂബ് ബൈ 3. ഈ എ ബി എന്ന് പറയുന്നത് ഏതിന് പാരലലായിരുന്നു? വൈ വൈക്ക് പാരലലായിരുന്നു. സോ അടുത്തത് ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ബിയും ഹൈറ്റ് എന്ന് പറയുന്നത് എച്ചും ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് ജി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഐ എബൌട്ട് ജി എന്ന് പറയുന്നത് വരുന്നത് ബി എച്ച് ക്യൂബ് ബൈ 36 ആണ്. ബി എച്ച് ക്യൂബ് ബൈ 36. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പി ക്യൂ എന്ന് പറയുന്ന ഒരു ആക്സിസ് എടുക്കുകയാണ്. എനിക്ക് എലോങ് പി ക്യൂ കിട്ടണം. പി ക്യൂ കിട്ടണമെങ്കിൽ പി ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലലാണ്. സോ ഐ പി ക്യൂ വിൽ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. ഏരിയ ഇൻറ്റു ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എച്ച് ബൈ 3 എന്ന് എനിക്കറിയാം, ശരിയല്ലേ? ഫ്ലാറ്റിൽ നിന്ന് എച്ച് ബൈ 3, കോർണറിൽ നിന്ന് അല്ലെങ്കിൽ ഷാർപ്പ് സൈഡിൽ നിന്ന് 2h/3. എ ഇൻറ്റു എച്ച് ബൈ 3 ദി ഹോൾ സ്ക്വയർ, അതായത് ഐ ജി എന്ന് പറയുന്നത് ബി എച്ച് ക്യൂബ് ബൈ 36 പ്ലസ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഐ എലോങ് പി ക്യൂ എന്ന് പറയുന്നത് ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദി ബേസ് ആൻഡ് പാസിംഗ് ത്രൂ ദി വെർട്ടെക്സ്. ഇപ്പോൾ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന എന്നാൽ ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ട് എനിക്ക് കണ്ടുപിടിക്കണം. അതിനെ ഐ സഫിക്സ് വി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഐ വി വിളിക്കുമ്പോൾ എനിക്ക് അറിയേണ്ടത് എന്താണ്? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2h/3 ആണ്, ദി ഹോൾ സ്ക്വയർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ബി എച്ച് ക്യൂബ് ബൈ 4 എന്ന് കിട്ടും. ബി എച്ച് ക്യൂബ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ബേസിക് ഫിഗർ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ജി. ഈ സെൻട്രോയിഡ് കൂടെ ആക്സിസ് പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഐ ജി എക്സ് എക്സ് ഐ ജി വൈ വൈ എന്ന് പറയുന്നത് പൈ r⁴/4 ആണ്. ഐ ജി എക്സ് എക്സും അതേപോലെ ഐ ജി വൈ വൈയും എന്ത് തന്നെ ആയിരിക്കും? പൈ r⁴/4 ആണ്. ഇത് ഓർത്തിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെമി സർക്കിൾ കൺസിഡർ ചെയ്യാം. ഒരു സെമി സർക്കിൾ ഞാനത് ഇവിടെ ഈ എക്സ് എക്സ് വെച്ചിട്ട് മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് എക്സും വൈ വൈ എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും വരും. അതുകൊണ്ട് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ ഞാൻ എക്സ് എക്സ് എന്നും വൈ വൈ എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഈ സെമി സർക്കിളിനെ മുറിച്ചിരിക്കുന്ന ഈ ഭാഗത്തിനെ ഞാൻ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് എ ബി. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ എബൌട്ട് എ ബി, ഐ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ പകുതിയായിരിക്കും. ഐ എ ബി എന്ന് പറയുന്നത് പൈ ആർ റേസ്റ്റ് 4/4ൻ്റെ പകുതിയായിരിക്കും. അതായത് പൈ ആർ റേസ്റ്റ് 4/8 ആയിരിക്കും. എനിക്ക് വേണ്ടത് ഈ ജിയിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എക്സ് എക്സ് എന്നുള്ള ആക്സിസും അതേപോലെ തന്നെ വൈ വൈ എന്ന് പറയുന്ന ആക്സിസും, എബൌട്ട് എക്സ് എക്സും എബൌട്ട് വൈ വൈയും എനിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയണം. എനിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെമി സർക്കിൾ എബൌട്ട് എ ബി അറിയണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെമി സർക്കിൾ എബൌട്ട് എക്സ് എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ രണ്ട് ആക്സിസും എന്താണ്? പാരലൽ ടു ഈച്ച് അതർ ആണ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4r/3π. റിക്കളക്ട് ചെയ്യുക, 4r/3π ആണ് ഈ സെൻട്രോയിഡും ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി സെമി സർക്കിളിന്റെ ഏരിയ അറിയണം. ഇത്രയും അറിയുമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് ഐ എ ബിയിൽ നിന്ന് ഐ എക്സ് എക്സോ അല്ലെങ്കിൽ ഐ എക്സ് എസിൽ നിന്ന് ഐ എ ബിയോ കണ്ടുപിടിക്കാം. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എ ബി എന്ന് പറയുന്നത് ഐ എക്സ് എക്സ് പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സെമി സർക്കിൾ ആണ്. സെമി സർക്കിള് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സസ് 4r/3π. ഇപ്പോൾ 4r/3π ദി സ്ക്വയർ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ അറിയാനുള്ളത് ഐ എ ബി ആണ്. ഐ എ ബി അറിയാം, പൈ ആർ റേസ്റ്റ് 4/8 ആണ്. ഇതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എക്സ് എക്സ് ആണ്. ഐ എക്സ് എക്സ് നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് 0.11 r/4 എന്ന് കിട്ടും. ഇത് ഓർത്തിരിക്കുക, 0.11 r/4. അതേപോലെ ഐ വൈ വൈ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ നേരെ പകുതി തന്നെയാണ്. അപ്പോൾ ഐ വൈ വൈ എന്ന് പറയുന്നത് പൈ r/4/8 ആണ്. പൈ r/4/8 ആണ് ഐ വൈ വൈ. 0.11 r/4 ആണ് ഐ എക്സ് എക്സ്. ഇനി അടുത്ത ബേസിക് ഫിഗർ എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ ഓഫ് എ സർക്കിളാണ്. അതായത് സർക്കിളിൻ്റെ 4/1 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ജി ആണ്. ജിയിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് സെൻട്രോയിഡൽ ആക്സസ് ഉണ്ട്, എക്സ് എക്സും വൈ വൈയും ആണ്. എങ്കിൽ ഐ എക്സ് എക്സും ഐ വൈ വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ടോട്ടൽ സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പൈ r/4/4 ആയിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ക്വാർട്ടർ സർക്കിൾ എബൌട്ട് ഒ എ വിൽ ബി ഈക്വൽ ടു പൈ r/4 അതിൻ്റെ 4/1, അതായത് പൈ r/4/16. സോ ഐ ഒ എ എന്ന് പറയുന്നതും ഐ ഒ ബി എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? പൈ r/4/16 എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എബൌട്ട് എക്സ് എക്സ്. അപ്പോൾ ഐ എബൌട്ട് എക്സ് എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് എക്സിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് തമ്മിൽ വേണം കണ്ടുപിടിക്കാൻ. സോ അത് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഒ എ വിൽ ബി ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. ഇതിൽ ഐ എക്സ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഐ ഒ എയുടെ വാല്യൂ എനിക്ക് അറിയാം. ഈ എ എന്ന് പറയുന്നത് ക്വാർട്ടർ സർക്കിളിൻ്റെ ഏരിയ ആണ്. ക്വാർട്ടർ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ r² ഡിവൈഡഡ് ബൈ 4 ആണ്. ഇനി എച്ച് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സസസ്. ഈ ദീസ് ടു ആക്സസസ് എന്ന് പറയുന്നത് എത്രയാണ്? 4r/3π. ഇത് 4r/3π. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഐ എക്സ് എക്സ് കിട്ടും. അതേപോലെ തന്നെ ഐ ഒ ബി വിൽ ബി ഈക്വൽ ടു ഐ വൈ വൈ പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. ഇതേ സെയിം ഫോർമുല തന്നെ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ ഐ എക്സ് എക്സും ഐ വൈ വൈയും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.055 r/4 എന്ന് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടും 0.055 r/4 എന്ന് കിട്ടും. സോ ഇത്രയും ആണ് ബേസിക് ആയിട്ടുള്ള ഫിഗേഴ്സ്. സോ ഈ ബേസിക് ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ എല്ലാ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസും എല്ലാവരും ബൈഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. സോ പാരലൽ ആക്സിസ് തിയറം ശ്രദ്ധിച്ച് ചെയ്യുക. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. സോ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. സോ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ നമസ്കാരം.